Good morning, all. Today we are going to learn 9th Standard History, Chapter 1, മധ്യകാല ലോകം അധികാര കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അതിന്റെ ബാലൻസ് ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് വിശുദ്ധ റോമാ സാമ്രാജ്യം ഏകദേശം പകുതി വരെ പഠിച്ചായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. അതായത് നമ്മുടെ ഫ്രാങ്കിഷ് സാമ്രാജ്യത്തെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ചക്രവർത്തി ആരായിരുന്നു? കരോലിഞ്ചിയൻ വംശജനായ ഷാലമീൻ ആയിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ പൗരസ്യ റോമാ സാമ്രാജ്യത്തെക്കാൾ വിസ്തൃതമായിരുന്നു ആരുടെ സാമ്രാജ്യം? നമ്മുടെ ഷാലമീന്റെ സാമ്രാജ്യം. അതുപോലെ തന്നെ നമ്മുടെ കത്തോലിക്ക മതമേധാവിയായ പോപ്പ് ലിയോ മൂന്നാമനെ നാടോടികളായ ലൊംബാർഡുകൾ എന്ന് പറയുന്ന അക്കാലത്തുണ്ടായിരുന്ന ആക്രമണകാരികളിൽ നിന്ന് നമ്മുടെ ഷാലമീൻ രക്ഷിക്കുകയുണ്ടായി. ഇതിന് പ്രത്യുപകാരമായി ഷാലമീനെ എന്ത് ചെയ്തു? പോപ്പ് വിശുദ്ധ റോമാ ചക്രവർത്തിയായി പോപ്പ് കിരീടധാരണം നടത്തി. അതുകൊണ്ടാണ് ഈ സാമ്രാജ്യത്തെ പിന്നെ വിശുദ്ധ റോമാ സാമ്രാജ്യം എന്ന് അറിയപ്പെട്ടത്. അപ്പോൾ അത്രയും മനസ്സിലായല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഈ ഷാലമീൻ എന്ന് പറയുന്നത് വളരെയധികം സമർത്ഥനും യുദ്ധവീരനും കഴിവുറ്റ ഒരു ഭരണാധികാരിയും ആയിരുന്നു. അതുപോലെ തന്നെ പശ്ചിമ യൂറോപ്പിലെ ഭൂരിഭാഗം രാജ്യങ്ങളെ അദ്ദേഹം എന്ത് ചെയ്തു? തന്റെ അധീനതയിലേക്കൊക്കെ കൊണ്ടെത്തിച്ചു. അതുപോലെ തന്നെ രാഷ്ട്രീയ സഖ്യങ്ങളുടെയും വൈവാഹിക ബന്ധങ്ങളിലൂടെയൊക്കെ അദ്ദേഹം സാമ്രാജ്യത്തിന്റെ വിസ്തൃതി വളരെയധികം വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. അതുപോലെ കേന്ദ്രീകൃതമായ ഭരണം കൊണ്ടുവന്നു. പ്രാദേശിക ഭരണത്തെ കൗണ്ടുകൾ എന്നറിയപ്പെട്ടു ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രാദേശിക ഭരണം എങ്ങനെയാണ്? കൗണ്ടുകൾ എന്നറിയപ്പെട്ടിരുന്നു. ഉദ്യോഗസ്ഥരെ അറിയപ്പെട്ട പേരാണ് കൗണ്ടുകൾ. അപ്പോൾ ഉദ്യോഗസ്ഥരുടെ പേരെന്തെന്ന് ചോദിച്ചാൽ എന്താണ്? കൗണ്ടുകളാണ്. ആരെ കാലഘട്ടത്തിലെ? നമ്മുടെ ഫ്രാങ്കിഷിന്റെ കാലഘട്ടത്തിലാണ്, ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിന്റെ. ഓക്കെ, അതുപോലെ തന്നെ ഈ കൗണ്ടുകളുടെ പ്രവർത്തനം പരിശോധിക്കാൻ വേണ്ടിയിട്ട് മിസൈ ഡൊമിനിസി എന്ന് പറയുന്ന രഹസ്യ വിഭാഗത്തേക്ക് നിയമിക്കുകയുണ്ടായി. അതുപോലെ ഇദ്ദേഹം എന്ത് ചെയ്തു? സാധു ജനങ്ങൾക്കായി ദുരിതാശ്വാസ നിധി ആരംഭിച്ചു. പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി. പിന്നെ വൈജ്ഞാനിക പുനരുദ്ധാനത്തെ കരോലിഞ്ചിയൻ നവോത്ഥാനം എന്നറിയപ്പെട്ടു. അപ്പോൾ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ സ്ഥാപിച്ചു തുടങ്ങിയതിന്റെ അതിനെ തുടർന്ന് ഉണ്ടായതായിരുന്നു വൈജ്ഞാനിക പുനരുദ്ധാനത്തെ അദ്ദേഹം എന്താണ് വിളിച്ചത്? കരോലിഞ്ചിയൻ നവോത്ഥാനം. അതായത് വിദ്യാഭ്യാസത്തിൽ അത്രയും പുരോഗതി കൈവരിച്ചു. അതുകൊണ്ടാണ് ഇതിനെ കരോലിഞ്ചിയൻ നവോത്ഥാനം എന്ന് അറിയപ്പെട്ടത്. ചിലപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, കരോലിഞ്ചിയൻ നവോത്ഥാനം ആരുടെ കാലഘട്ടത്തായിരുന്നു? ആരാണ് നടപ്പാക്കിയത്? ആരാണ് നേതൃത്വം നൽകിയത് എന്നൊക്കെ ചോദിച്ചാൽ ആരാണ്? നമ്മുടെ ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിലെ ഷാലമീൻ ആയിരുന്നു. ഷാലമീന്റെ ഭരണകാലത്താണ്. അതുപോലെ തന്നെ ഷാലമീന്റെ മരണത്തോടെ എന്ത് ചെയ്തു? ഈ ഫ്രാങ്കിഷ് സാമ്രാജ്യം വിഭജിക്കപ്പെടുകയും കാലക്രമേണ ഇത് എന്ത് ചെയ്യുകയും നശിക്കുകയുമാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ ഇതാണ് ഫ്രാങ്കിഷ് സാമ്രാജ്യത്തെ കുറിച്ചാണ് പഠിച്ചത്. നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് അറേബ്യൻ സാമ്രാജ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ എന്താണ് അറേബ്യൻ സാമ്രാജ്യം? അതായത് ഇറാഖ്, ഇറാൻ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെട്ടിരുന്ന പ്രദേശം ആദ്യകാലത്ത് നമുക്കറിയാം എന്ത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? അറേബ്യ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. മധ്യകാല ലോകത്ത് സവിശേഷമായ സംഭാവനകൾ നൽകിയത് ജനതയായിരുന്നു ആര്? അറബികൾ എന്ന് പറയുന്നത്. അതുപോലെ സാംസ്കാരിക മേഖലയിൽ അറബികൾ വളരെയധികം വലിയ സംഭാവനകളാണ് കൊടുത്തിട്ടുള്ളതെന്ന് നമ്മൾ മുൻപുള്ള ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, അല്ലേ? അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും അറബികൾ നിരവധി സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഇസ്ലാം മത പ്രവാചകൻ ആരായിരുന്നു? പ്രവാചകൻ മുഹമ്മദ്. അറിയല്ലോ, ഇസ്ലാം മത പ്രവാചകൻ ആരായിരുന്നു? മുഹമ്മദ് അറബ് രാഷ്ട്രത്തിന്റെ തലവൻ കൂടിയായിരുന്നു. അതുപോലെ തന്നെ CE 632 പ്രവാചകൻ മുഹമ്മദിന്റെ നിര്യാണ ശേഷം ഖലീഫമാരാണ് അറേബ്യയിൽ ഭരണം നടത്തിയത്. ആരാണ്? പ്രവാചകൻ മുഹമ്മദിന്റെ മരണശേഷം അറേബ്യയിൽ ഭരണം നടത്തിയ ആളുകളെ അറിയപ്പെട്ടിരുന്ന പേര് എന്താണ്? ഖലീഫമാരെന്നാണ്. അതുപോലെ തന്നെ ഖലീഫമാരുടെ കാലത്ത് ഏഷ്യ മൈനർ മുതൽ അറബിക്കടൽ വരെയുള്ള വിശാലമായ പ്രദേശങ്ങൾ അറേബ്യൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായി മാറുകയായിരുന്നു. ഇവരുടെ അറബികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണകേന്ദ്രം എന്നറിയപ്പെട്ടിരുന്ന ഏതായിരുന്നു? മദീനയായിരുന്നു. അപ്പോ പ്രവാചകൻ മുഹമ്മദിന്റെ മരണത്തോടുകൂടി ആരാണ് അറേബ്യ ഭരിച്ചു തുടങ്ങിയത്? ഖലീഫമാരാണ്. ഈ അറേബ്യൻ സാമ്രാജ്യത്തിന്റെ ഭാഗം ഏതായിരുന്നു? മദീനയായിരുന്നു. ഓർത്തുവെക്കുക. ആരായിരുന്നു പ്രവാചകൻ മുഹമ്മദിനെ അറിയാത്തവരായ ആരുമില്ല, നിങ്ങൾക്ക് അറിയായിരിക്കും, അല്ലെ?
അപ്പൊ നമുക്ക് എന്താണെന്ന് നോക്കാം. CE 571 മക്കയിലെ ഖുറൈശി ഗോത്രത്തിലാണ് മുഹമ്മദ് ജനിച്ചത്. ഇസ്ലാമിന്റെ വിശുദ്ധ നഗരം എന്നാണ് മക്ക അറിയപ്പെട്ടത്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. ഇസ്ലാമിന്റെ വിശുദ്ധ നഗരത്തെ അറിയപ്പെടുന്ന പേരെന്താണ്? ഏതാണ്? മക്കയാണ്. മക്കയിലെ പ്രമാണി വർഗത്തിന്റെ എതിർപ്പിനെ തുടർന്ന് CE 622 മുഹമ്മദ് നബി എങ്ങോട്ട് പോയി? മദീനയിലേക്ക് പലായനം നടത്തി. ഇത് ഹിജ്റ എന്ന പേരിൽ അറിയപ്പെട്ടു. അതും നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലെ? അപ്പോൾ ഇത് ഹിജ്റ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഈ സംഭവത്തെ അടിസ്ഥാനമാക്കി ആരംഭിച്ചതാണ് ഹിജ്റ വർഷം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇദ്ദേഹം മദീനയിലേക്ക് പാലായനം നടത്തുകയും ഇദ്ദേഹം എന്ത് ചെയ്തു? ഇത് പാലായനം ചെയ്ത അതിനെയാണ് എന്തോന്ന് ഹിജ്റ എന്ന പേരിൽ അറിയപ്പെട്ടത്. ഈ സംഭവത്തെ ആസ്ഥാനമാക്കി ആരംഭിച്ചതാണ് ഹിജ്റ വർഷം. ഓർത്തു വെക്കുക. ഇപ്പൊ അറേബ്യ ഭരിച്ചിരുന്നത് ആദ്യം പ്രവാചകൻ മുഹമ്മദ് ആയിരുന്നു. പിന്നീട് ആര് വന്നു? ഖലീഫമാര് വന്നു. അവരുടെ ആസ്ഥാനം എന്ന് പറയുന്നത് മദീനയായിരുന്നു. പ്രവാചകൻ മുഹമ്മദ് ഇസ്ലാമിന്റെ വിശുദ്ധ നഗരം എന്നറിയപ്പെട്ടത് ഏതാണ്? മക്കയാണ്. അതുപോലെ ഇദ്ദേഹം മുഹമ്മദ് നബി പലായനം ചെയ്തതിന് ശേഷം അവിടെ പലായനം ചെയ്തതിന് അറിയപ്പെട്ട പേര് ഹിജ്റ എന്നാണ്. ഈ സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ് ഏത് വർഷം ആരംഭിച്ചത്? ഹിജ്റ വർഷം ആരംഭിച്ചത്. ഓർത്തു വെക്കുക. ഓക്കെ, അണ്ടർസ്റ്റുഡ്. അതുപോലെ തന്നെ ആദ്യകാല ഖലീഫമാർക്കു ശേഷം ഏത് വംശമാണ് വന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് ഖലീഫമാർക്കു ശേഷം ഉമവിയ്യ, ഏതാണ്? ഉമവിയ്യ വംശമാണ് ഈ ആദ്യകാല ഖലീഫമാർക്കു ശേഷം അറേബ്യ ഭരിച്ചത്. ഇവരുടെ കാലത്താണ് അറേബ്യയിൽ ഏത് ഭരണം വന്നത്? കേന്ദ്രീകൃത ഭരണം ആരംഭിക്കുന്നത് ഈ ഉമവിയ്യ എന്ന് പറയുന്ന വംശജർ വന്നതിന് ശേഷമാണ്. അതുപോലെ തന്നെ ഇവർ സ്വർണ്ണ നാണയമായ ദിനാറും, അപ്പൊ അത് ഓർത്തു വെക്കുക. സ്വർണ്ണ നാണയത്തെ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? ദിനാർ എന്നാണ്. സ്വർണ്ണ നാണയത്തെ ദിനാർ എന്നും വെള്ളി നാണയത്തെ ദിർഹമും എന്നാണ് അറേബ്യയിൽ പുറത്തിറക്കിയത്. അപ്പൊ ഉമവിയയുടെ കാലഘട്ടത്തിൽ സ്വർണ്ണ നാണയത്തെ ദിനാർ എന്നും വെള്ളി നാണയത്തെ ദിർഹമും എന്നാണ് അറേബ്യയിൽ പുറത്തിറക്കിയത്. അതുപോലെ തന്നെ ഉമവിയ ഭരണകാലത്ത് ദമാസ്കസ് കേന്ദ്രമായാണ് അവർ ഭരിച്ചിരുന്നത്. ഏത് കേന്ദ്രമാക്കിയാണ്? ദമാസ്കസ് എന്ന് പറയുന്നത് കേന്ദ്രീകരിച്ചായിരുന്നു. ഉമവിയ ഭരണത്തിന് ശേഷം അബ്ബാസിയ ഭരണമാണ് നിലവിൽ വന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചു റോമാ സാമ്രാജ്യം, അതിനുശേഷം ആരാണ്? നമ്മുടെ ഫ്രാങ്കിഷ് ഭരണാധികാരികൾ വന്നു. പിന്നെ വന്നത് ആരായിരുന്നു? അറേബ്യൻ വംശജരായിരുന്നു. അതിനുശേഷം ഈ ഉമവിയ വന്നു. ഉമവിയയുടെ ഭരണത്തിന് ശേഷം വന്നത് ആരാണ്? അബ്ബാസിയ ഭരണമാണ്. അബ്ബാസിയ ഭരണകാലത്ത് തലസ്ഥാനം എങ്ങോട്ട് മാറ്റി? ബാഗ്ദാദിലോട്ട് മാറ്റി. അപ്പൊ ആദ്യം ഇവർ എവിടെയായിരുന്നു? മദീനയിലായിരുന്നു. ഈ ഉമവിയക്കാര് വന്നതിന് ശേഷം എങ്ങോട്ട് മാറ്റി? ഭരണകാലത്ത് ഉമവിയുടെ ഭരണകാലത്ത്, അബ്ബാസിയുടെ ഭരണകാലത്ത് ഇത് എങ്ങോട്ട് മാറ്റി? തലസ്ഥാനം ബാഗ്ദാദിലേക്ക് മാറ്റി എന്ന് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ഇവിടെ ആദ്യ ഖലീഫമാരെ കൊടുത്തിട്ടുണ്ട്. അതായത് ആദ്യ ഖലീഫമാർ, അറേബ്യ ഭരിച്ചിരുന്ന ആദ്യ ഖലീഫമാർ ഫസ്റ്റ് ഭരിച്ചത് അബൂബക്കർ ആയിരുന്നു. അതിന്റെ ഇയറൊക്കെ നോക്കി വെക്കുക. രണ്ടാമത് ഉമർ ആയിരുന്നു. തേർഡ് ഉസ്മാൻ ആയിരുന്നു. ഫോർത്ത് ആരായിരുന്നു? അലി ആയിരുന്നു. അപ്പൊ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി ഇവരൊക്കെ ആയിരുന്നു അറേബ്യ ഭരിച്ചിരുന്നത്. അപ്പോൾ അറേബ്യൻ സാമ്രാജ്യം നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. അപ്പോൾ അറേബ്യൻ സാമ്രാജ്യത്തെ നമ്മൾ എന്തോന്നൊക്കെ പഠിച്ചു? എന്തൊക്കെയാണ് പഠിച്ചത്? പ്രവാചകൻ മുഹമ്മദ് ആണ് ആദ്യം അറേബ്യ ഭരിച്ചുകൊണ്ടിരുന്നതെന്ന് പഠിച്ചു. പിന്നെ വന്നതാണ് ഖലീഫമാർ എന്ന് പഠിച്ചു. ഖലീഫമാർക്കു ശേഷം വന്നത് ഉമവിയ വംശജരായിരുന്നു. അപ്പോൾ ഖലീഫമാര് ഭരിച്ചിരുന്ന കാലത്ത് മദീനയായിരുന്നു ഭരണകേന്ദ്രം എന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ എന്താണ് ഹിജ്റ വർഷം എന്ന് പഠിച്ചു. എങ്ങനെയാണ് ഹിജ്റ എന്നുള്ള പേര് വന്നതെന്ന് പഠിച്ചു. ആദ്യ ഖലീഫമാർ ആരൊക്കെയായിരുന്നു? അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി ഇവരൊക്കെ ആയിരുന്നു. പിന്നെ ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ എങ്ങനെയാണ് പിന്നെ വന്നത്? ആര്? ഉമവിയ ഭരണം വന്നു. ഉമവിയ ഭരണത്തിന് ശേഷം വന്നതാണ് അബ്ബാസിയ എന്ന് പഠിച്ചു. ഓക്കെ, ലെറ്റ് സി. ഓക്കെ, ബാഗ്ദാദ് നമ്മൾ പറഞ്ഞില്ലേ, ഇവിടെ മുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അബ്ബാസിയ ഭരണകാലത്ത് തലസ്ഥാനം. അപ്പൊ അബ്ബാസിയക്കാര് വന്നപ്പോൾ തലസ്ഥാനം എങ്ങോട്ടാക്കി? ബാഗ്ദാദിനെ കുറിച്ച് നമുക്ക് നോക്കാം. എവിടെയാണ് ബാഗ്ദാദ് സ്ഥിതി ചെയ്യുന്നത് അറിയാവോ? ടൈഗ്രീസ് നദിക്കരയിലാണ് ബാഗ്ദാദ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ടൈഗ്രീസ് നദിക്കര, യൂഫ്രട്ടീസ് ടൈഗ്രീസ് നമ്മൾ പഠിച്ചിട്ടില്ലേ സിവിലൈസേഷനിലൊക്കെ. അപ്പൊ ആ ടൈഗ്രീസ് നദിക്കരയിലാണ് ബാഗ്ദാദ് സ്ഥിതി ചെയ്യുന്നത്. 1001 രാവുകൾ പശ്ചാത്തലമാക്കുന്നത് ഈ നഗരത്തെയാണ്. 1001 രാവുകൾ ബുക്കുകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ, ആ ബുക്ക്. അപ്പൊ അതിനെ പശ്ചാത്തലമാക്കുന്നത് ഈ ബാഗ്ദാദ് എന്ന് പറയുന്ന നഗരത്തെയാണ്. ലോകത്തിലെ ഏറ്റവും വലുതും സമ്പന്നവുമായിട്ടുള്ള നഗരമാണ്. ചിലപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും, ലോകത്തിലെ ഏറ്റവും വലുതും സമ്പന്നവുമായ നഗരമായിട്ട് കണക്കാക്കുന്നത് ഏതിനെയാണ്? ബാഗ്ദാദിനെയാണ്. 1001 രാവുകളിൽ ബാഗ്ദാദിനെ പരാമർശിക്കുന്നത് അങ്ങനെയാണ്.
ഓക്കെ, അങ്ങനെയാണ്. അതായത് 1001 രാവുകളിൽ ഏതിനെ, നമ്മുടെ ബാഗ്ദാദിനെ ലോകത്തിലെ ഏറ്റവും വലുത് സമ്പന്നവുമായ നഗരമായിട്ടാണ് 1001 രാവുകൾ എന്ന് പറയുന്ന ആ ഒരു ബുക്കിൽ പ്രതിപാദിച്ചിട്ടുള്ള എന്നാണ്. ഓക്കെ, അതുപോലെ തന്നെ ലോക പ്രശസ്തമായി വളർന്ന ബാഗ്ദാദ് സർവകലാശാല, അബ്ബാസിയ കൊട്ടാരം എന്നിവ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ലോക പ്രശസ്തമായി വളർന്ന ഏതാണ്, ബാഗ്ദാദ് സർവകലാശാലയും അതുപോലെ തന്നെ നമ്മുടെ അബ്ബാസിയ കൊട്ടാരവും. അങ്ങനെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കും, അബ്ബാസിയ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് എവിടെ, ബാഗ്ദാദ് സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, ബാഗ്ദാദിലാണ്. ഓക്കെ, അതുപോലെ തന്നെ മംഗോളിയക്കാരനായ തിമുറും ഓട്ടോമൻ ഭരണാധികാരിയായ സുലൈമാനും ബാഗ്ദാദ് കീഴടക്കിയിരുന്നു. അത് നമ്മൾ ഇതിനു മുന്നേ പഠിച്ചിട്ടുണ്ട്. മംഗോളിയക്കാർ ആക്രമിക്കുമ്പോൾ ബാഗ്ദാദ് നഗരത്തിൽ മാത്രം 36 പൊതു ഗ്രന്ഥശാലകൾ ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു. അക്കാലത്തെ സാംസ്കാരിക കേന്ദ്രമായിരുന്നു ബാഗ്ദാദ്. അപ്പോൾ മംഗോളിയക്കാരെയും തിമുറും ഓട്ടോമൻ ഭരണാധികാരിയായ സുലൈമാനും ബാഗ്ദാദ് കീഴടക്കി. എന്നാൽ മംഗോളിയക്കാർ ആക്രമിക്കുമ്പോൾ തന്നെ ബാഗ്ദാദിൽ എത്ര പൊതു ഗ്രന്ഥശാലകൾ, 36 പൊതു ഗ്രന്ഥശാലകൾ അക്കാലത്ത് കണ്ടെത്തിയിട്ടുണ്ട്. അത് ഓർത്തു വയ്ക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഹാറൂൺ അൽ റഷീദ് ആയിരുന്നു അബ്ബാസിയ ഭരണാധികാരികളിൽ പ്രസിദ്ധൻ എന്നറിയപ്പെടുന്നത്. ആരാണ്? ഹാറൂൺ അൽ റഷീദ് ആയിരുന്നു. ഹാറൂൺ അൽ റഷീദ് ആയിരുന്നു പ്രസിദ്ധൻ. അതുപോലെ തന്നെ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, പ്രജാക്ഷേമ തൽപരനായ ഭരണാധികാരിയായിരുന്ന ഫാറൂൺ അൽ റഷീദ് ധാരാളം ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയ ഒരു വ്യക്തിയായിരുന്നു. ആര്? ഫാറൂൺ അൽ റഷീദ് ധാരാളം ക്ഷേമ പദ്ധതികൾ നടപ്പാക്കിയ വ്യക്തിയായിരുന്നു. ഓക്കെ, അറേബ്യയിൽ ആദ്യമായി ആശുപത്രികൾ സ്ഥാപിച്ചത് അദ്ദേഹത്തിന്റെ കാലത്താണ്. അത് ഓർത്തു വെക്കുക. നീതിന്യായ ഭരണം ഇസ്ലാം മത വിശ്വാസങ്ങൾക്ക് അനുസരിച്ചുള്ളതും നിയമവാഴ്ച കർക്കശവുമായിരുന്നു. അതുപോലെ തന്നെ സാമ്രാജ്യത്തിന്റെ ഏത് ഭാഗത്തും ജനങ്ങൾക്ക് നിർഭയമായി സഞ്ചരിക്കാമായിരുന്നു. വിശുദ്ധ റോമ സാമ്രാജ്യവുമായി ബന്ധം സ്ഥാപിച്ച ഹാറൂൺ അൽ റഷീദ് ഷാലമിന്റെ കൊട്ടാരത്തിലേക്ക് പ്രതിനിധികളെ അയച്ചിരുന്നു. അതൊന്നും ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. അപ്പോൾ ആരായിരുന്നു അബ്ബാസിയ ഭരണാധികാരി? ഹാറൂൺ അൽ റഷീദ് ആയിരുന്നു. അദ്ദേഹം നല്ല കഴിവുറ്റ ഒരു ഭരണാധികാരിയായിരുന്നു. ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി. ആശുപത്രികൾ ആദ്യമായി സ്ഥാപിച്ചത് ഹാറൂൺ അൽ റഷീദാണ്. അത് ഓർത്തു വെക്കുക. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഏത്, നമ്മുടെ ഈ സാമ്രാജ്യത്തിൽ ഉള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് ഓട്ടോമൻ സാമ്രാജ്യം. അതായത് ഓട്ടോമൻ സാമ്രാജ്യം എന്താണ്, പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിന്റെ തകർച്ചയുടെ കാരണം എന്തായിരുന്നു എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ അടുത്തത് CE 1453 തുർക്കി നേതാവായ മുഹമ്മദ് രണ്ടാമൻ, ആരാണ്? മുഹമ്മദ് രണ്ടാമൻ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തതോടെ ഓട്ടോമൻ സാമ്രാജ്യം എന്ത് ചെയ്തു, ശക്തിപ്പെട്ടു. ഇതോടെ പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന പല പ്രദേശങ്ങളും ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായി. അങ്ങനെ ഓട്ടോമൻ സാമ്രാജ്യം എന്ത് ചെയ്തു, വളരെയധികം ശക്തി ആർജിച്ചു വന്നു. അപ്പോൾ തുർക്കി നേതാവായ മുഹമ്മദ് രണ്ടാമൻ എവിടെ, കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തതോടെ ഓട്ടോമൻ സാമ്രാജ്യം എന്ത് ചെയ്തു, ശക്തിപ്പെട്ടു. അങ്ങനെ പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന പല പ്രദേശങ്ങളും ആരുടെ കീഴിലായി, ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ കീഴിലാവുകയാണ് ഉണ്ടായത്. ഓട്ടോമൻ സാമ്രാജ്യം ഏറ്റവും കൂടുതൽ പ്രഭാവത്തിൽ എത്തിയത് നമ്മുടെ ആരുടെ കാലഘട്ടത്തിലാണ്? അങ്ങനെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുക. ആരുടെ കാലഘട്ടത്തിലാണ്? സുലൈമാന്റെ കാലഘട്ടത്തിലാണ്. ആരുടെ? സുലൈമാന്റെ കാലഘട്ടത്തിലാണ് ഓട്ടോമൻ സാമ്രാജ്യം പ്രഭാവത്തിൽ എത്തിയത്. അതുപോലെ തന്നെ സുലൈമാനെ അൽഖാനുനി എന്നാണ് വിളിച്ചിരുന്നത്. അപ്പൊ സുലൈമാന്റെ മറ്റൊരു പേരെന്താണ്? അൽഖാനുനി എന്ന പേരാണ് അദ്ദേഹത്തിനെ വിളിച്ചിരുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹം എന്ത് ചെയ്തു, ഓട്ടോമൻ നിയമങ്ങളൊക്കെ ക്രോഡീകരിച്ചു. സാമ്രാജ്യത്തിൽ കേന്ദ്രീകൃതമായ ഭരണത്തിന് നേതൃത്വം നൽകി. അതുപോലെ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായി എവിടെ, യൂറോപ്പിലെ എല്ലാ പ്രദേശങ്ങളും, പല പ്രദേശങ്ങളും ഇദ്ദേഹത്തിന്റെ കീഴിലായി. ഏഷ്യയുടെ യുദ്ധവീര്യം ഓട്ടോമൻ ഭരണാധികാരികളിലൂടെ യൂറോപ്യർക്ക് ബോധ്യമാവുകയും ചെയ്തു. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ഓട്ടോമൻ സാമ്രാജ്യം തകർന്നത്. അപ്പൊ അടുത്ത ഓട്ടോമൻ സാമ്രാജ്യം എന്താണെന്ന് നോക്കാം. ഓട്ടോമൻ സാമ്രാജ്യം സ്ഥാപിച്ചത് 13ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ നമ്മുടെ തുർക്കി ഗോത്രങ്ങളിൽ ഒന്നിന്റെ നേതാവായിരുന്ന ഉസ്മാൻ ആണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ. ഉസ്മാൻ ആണെന്ന് കരുതപ്പെടുന്നു. ഉസ്മാൻ എന്നറിയപ്പെട്ട അദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് ഓട്ടോമൻ എന്ന പേരുണ്ടായപ്പോ ഉസ്മാൻ എന്ന് അറിയപ്പെട്ട അദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് ഓട്ടോമൻ എന്ന് പറയുന്ന പേരുണ്ടായത്. ഓട്ടോ സാമ്രാജ്യം ആദ്യമായി സ്ഥാപിച്ചത് ആരാണ്? ഉസ്മാൻ ആണെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഓട്ടോമൻ സാമ്രാജ്യമാണ് നമ്മൾ പഠിച്ചത്. ഓട്ടോമൻ സാമ്രാജ്യം പഠിച്ചു. അതുപോലെ തന്നെ പിന്നെ ഏതാണ് പഠിച്ചത്? നമ്മുടെ അറേബ്യ സാമ്രാജ്യം പഠിച്ചു. ഉമവിയ വംശജരെ കുറിച്ച് പഠിച്ചു. ആദ്യ ഖലീഫമാർ ആരാണെന്ന് പഠിച്ചു. അതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. So get to watch my channel. If you like my channel, please like, share
and subscribe. Okay, thank you. See you again.